ദുനിയാവിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് വരുന്ന ചില ആളുകളുണ്ട്. അവരുടെ നിസ്കാരത്തിന് കുറവൊന്നുമില്ല, അവരുടെ നോമ്പുകൾക്ക് കുറവൊന്നുമില്ല, അവരുടെ സക്കാത്തിനും സദഖകൾക്കും കുറവൊന്നുമില്ല, അവരുടെ ഖുർആൻ പാരായണത്തിന് കുറവൊന്നുമില്ല. ഒരുപാട് നന്മകളുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് കുറെ ആളുകൾ കടന്നു വരുന്നതാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നുവല്ലോ, ആഖിറത്തിൽ വലിയ വലിയ നന്മകളുടെ കൂമ്പാരങ്ങളുമായി കുറെ ആളുകൾ കടന്നു വരുന്നതാ. എന്നാൽ ജീവിതത്തിൽ ചില വിശുദ്ധികൾ കൈവരിക്കാത്തതിന്റെ പേരില് ഈ നന്മകൾ ചെയ്യുന്നതോടൊപ്പം ആ നന്മകളെ നശിപ്പിച്ചു കളയുന്നതായ ചില പാപകർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതിന്റെ പേരില് അവരുടെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെടുന്നതാണ്. അവരുടെ നന്മകളുടെ മുഴുവനും സ്വീകാര്യതയില്ലാതെയായി പോകുന്നതാണ്. അവരുടെ നന്മകളിൽ നിന്നും അവർക്ക് ലഭിക്കപ്പെടേണ്ടുന്നതായ പ്രതിഫലനങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാ. അവസാനം നന്മകളിലൊന്നും അവശേഷിപ്പിക്കപ്പെടാതെ തിന്മകളുടെ വലിയ ഭാരക്കെട്ടുകളുമായി അവര് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നമ്മെ പഠിപ്പിച്ചു തരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ പറയുന്ന നാളെ മഹ്ശറയിൽ കാണേണ്ടി വരുന്ന ഒരു കാഴ്ചയുണ്ട്. യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരികയാ. അന്ന് ജീവിതകാലത്തിൽ ദുനിയാവിൽ വെച്ച് ചില തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില പാപങ്ങളിൽ മുഴുകിക്കഴിഞ്ഞവരാണവര്. അവർ നന്മകൾ കുറവായി ചെയ്തവരൊന്നുമല്ല, ധാരാളം നന്മകൾ ചെയ്തവരാ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയവരാ. എന്നാൽ ഈ നന്മകൾ ചെയ്യുന്നതോടൊപ്പം ചില പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നതിന്റെ പേരില് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അവർ വന്നു നിൽക്കുമ്പോൾ യൗമ യറൗനൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാരെ അവർ കാണേണ്ടി വരികയാ. ഭയങ്കരന്മാരായ പടച്ച തമ്പുരാന്റെ മാലാഖമാർ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകളെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മലക്കുകളെ അവർ കാണേണ്ടി വരുന്നതാണ്. ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ. ജീവിതത്തിൽ പാപക്കറകളുമായി കഴിഞ്ഞുകൂടിയവരെ, ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കാത്തവരെ, ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ. ഇന്നേ ദിവസം നിങ്ങൾക്ക് യാതൊരുവിധ സന്തോഷവും ഉണ്ടാകുന്നതല്ല. നിങ്ങളുടെ സന്തോഷം മുഴുവനും നഷ്ടപ്പെട്ടിട്ട്, നിങ്ങളുടെ ആനന്ദം മുഴുവനും നഷ്ടപ്പെട്ടിട്ട് വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ, നിങ്ങളുടെ നന്മകൾ മുഴുവനും ഉപരോധിക്കപ്പെട്ടിരിക്കുകയാ, നിങ്ങളുടെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാ, നിങ്ങളുടെ നന്മകളുടെ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടാതിരിക്കുകയാ എന്നും മലക്കുകൾ പ്രത്യേകം വിളിച്ചു പറയപ്പെടുന്ന ഒരു വിഭാഗത്തെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുകയാ. എന്നിട്ട് വീണ്ടും പടച്ചവൻ പറയുന്നു, ഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ. അവർ ചെയ്തു കൂട്ടിയ അമലിലേക്ക് പടച്ചവൻ തിരിഞ്ഞു നോക്കുകയാ. അവരുടെ അമലുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കുകയാ. ഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ. അവരുടെ അമലുകളിലേക്ക് അല്ലാഹു തആല തിരിയുകയാണ്. എന്നിട്ടോ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നന്മകളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുകയാ. ആ നന്മകളെ മുഴുവനും പടച്ച തമ്പുരാൻ ഇല്ലാതാക്കി കളയുകയാ. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന മൺപൊടികളെ പോലെ, യാതൊരുവിധ വിലയുമില്ലാത്ത ഭാരവുമില്ലാത്ത മൺധൂളികളെ പോലെ അവർ ചെയ്തുകൊണ്ടുവന്ന വലിയ വലിയ നന്മകളെ മുഴുവനും അല്ലാഹു തആല തകർത്ത് തരിപ്പണമാക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുന്നു നന്മകളുമായി വന്ന ആളുകൾ. എന്നാൽ അവരെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഹിജ്റൻ മഹ്ജൂറാ, നിങ്ങളുടെ നന്മകളെല്ലാം ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ നന്മകളെല്ലാം ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാളുടെയും നന്മകൾക്ക് സ്വീകാര്യതയില്ല. നാം ഒന്ന് ഓർക്കണം, അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ നന്മകൾ ചെയ്യുമ്പോഴും നാം ആഗ്രഹിക്കേണ്ടതും ആ നന്മകളിൽ നാം ആവൃതരാകേണ്ടതും ചെയ്യുന്നത് എങ്ങനെയാ? ഈ നന്മകളൊക്കെയും സ്വീകരിക്കപ്പെടണം റബ്ബേ.
ഈ നന്മകൾ കൊണ്ട് എനിക്ക് ആഖിറത്തിൽ നേട്ടമുണ്ടാകണം എന്നൊരു തേട്ടം നമുക്കുണ്ടാകണം. പക്ഷേ അള്ളാഹ് പറയാ, ചില ആളുകൾ വരുമ്പോ അവർക്കൊരു സന്തോഷവും ഒന്നുണ്ടാകില്ല. മലക്കുകൾ അവരോട് പറയും, നിങ്ങളുടെ നന്മകളൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു തആല അവർ ചെയ്ത അമലുകളിലേക്ക് തിരിയും. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമൽ, എന്നിട്ട് ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, ആ നന്മകൾ മുഴുവനും വിതറപ്പെട്ട മണ്ണുപോലെ, കാറ്റടിച്ചാൽ പറന്നു പോകുന്ന മൺപൊടികളെ പോലെ പടച്ച തമ്പുരാൻ അതിനെയൊന്നും ഒന്നുമില്ലാതെയാക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. എന്റെ നന്മകളുടെ അവസ്ഥ എന്താ? വിശുദ്ധ റമദാൻ വരികയാണ്. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇതൊന്നും സ്വീകരിക്കപ്പെടില്ല എങ്കിൽ പിന്നെ അവസ്ഥ എന്താ? അതുകൊണ്ട് റമദാന് മുന്നോടിയായി നമ്മുടെ ജീവിതങ്ങളിൽ ചില വിശുദ്ധികൾ നമ്മൾ കൈവരിക്കണം. നമ്മുടെ നന്മകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില വിശുദ്ധികൾ നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. നാം ഏത് നന്മകൾ ചെയ്യുമ്പോഴും, ചെറുതാകട്ടെ വലുതാകട്ടെ, ആ നന്മയുടെ തുടക്കത്തിലും അതിന്റെ മധ്യത്തിലും അതിന്റെ അന്ത്യത്തിലും നാം ഓരോരുത്തരും വിലയിരുത്തണം. ഞാൻ ഈ നന്മ ചെയ്യുമ്പോൾ കർമ്മവിശുദ്ധിയോടുകൂടി, ഉദ്ദേശശുദ്ധിയോടുകൂടിയിട്ടാണോ ഞാൻ ഈ നന്മകൾ ചെയ്യുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഏത് നന്മകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ നന്മ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വിശുദ്ധി കൈവരിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്നവരായി നാം മാറണം. അല്ല എങ്കിൽ നമ്മുടെ നന്മകൾക്ക് സ്വീകാര്യതയില്ല. അല്ലാഹുവിൻ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നാം കൈയുയർത്തുമ്പോഴും, പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. എന്റെ നന്മകൾ സ്വീകരിക്കപ്പെടാൻ, സാമ്പത്തികമായ വിശുദ്ധി കൈവരിക്കാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നന്മകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകണം, കുടുംബ വിശുദ്ധി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സാമൂഹിക ബന്ധങ്ങളിൽ, അയൽപ്പക്ക ബന്ധങ്ങളിൽ, മഹല്ലുവാസികളോടുള്ള ബന്ധങ്ങളിൽ, മറ്റു മനുഷ്യരോടുള്ള ബന്ധങ്ങളിൽ വിശുദ്ധി കൈവരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ 5 തരം വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നന്മകൾ സ്വീകരിക്കപ്പെടുന്നത്. നമ്മുടെ നന്മകൾക്ക് സ്വീകാര്യത കിട്ടുന്നത് ഈ വിശുദ്ധികൾ കൈവരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിലയിരുത്തണം, പടച്ചവനെ, എന്റെ ജീവിതത്തിൽ ഈ വിശുദ്ധി ഉണ്ടോ? അല്ലാതെ കുറെ ഇങ്ങനെ നിസ്കരിക്കുന്നു, കുറെ ഇങ്ങനെ നോമ്പ് പിടിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ പുറത്തുപോയി എങ്ങനെയെങ്കിലും ജീവിക്കുക, ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുക, യാതൊരുവിധ വിശുദ്ധിയുമില്ലാതെ, യാതൊരുവിധ ക്രമീകരണങ്ങളുമില്ലാതെ അങ്ങനെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ട് ഒന്നാമതായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വീകാര്യയോഗ്യമായ നന്മകളുടെ വക്താക്കളായി മാറാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർമ്മവിശുദ്ധി ഉണ്ടാകണം, ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. അഥവാ നാം എന്ത് നന്മ ചെയ്താലും അതെത്ര ചെറുതാകട്ടെ, അതെത്ര വലുതാകട്ടെ, നമ്മുടെ മനസ്സിലെ നീയത്ത് നന്നാകണം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെയും എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ദീൻ പറയാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന, നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എന്റെ മനസ്സിലെ നീയത്ത് എന്താ? എന്റെ മനസ്സിലെ നീയത്ത് എന്താകണം? എന്റെ റബ്ബിന്റെ തൃപ്തിയാ. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെയും തൃപ്തിയല്ല. ശ്രോതാക്കൾക്ക് ഇഷ്ടം ഉണ്ടാകട്ടെ, ഇഷ്ടമില്ലാതിരിക്കട്ടെ, എന്റെ റബ്ബിന്റെ തൃപ്തിക്കപ്പുറം മറ്റെന്തെങ്കിലും ഭൗതികമായ ഒരു ലക്ഷ്യമോ ഒരു ലാഭമോ എന്റെ ഉദ്ദേശത്തിലേക്ക് വന്നാൽ ഈ നന്മ സ്വീകരിക്കപ്പെടില്ല. ഈ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ, ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന ഏത് നന്മകളും ഏത് സൽക്കർമ്മങ്ങളും അവിടെ പ്രധാനമായും നമുക്കുണ്ടാകേണ്ടുന്ന ഒരു കാര്യം, നമ്മൾക്ക് കർമ്മവിശുദ്ധി, ഉദ്ദേശശുദ്ധിയോടുകൂടി അത് ചെയ്യാൻ പറ്റണം. ഉദ്ദേശശുദ്ധിയോടുകൂടി മഹാനായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് ഷഫീഉനാ മുത്തലി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നതെന്താ?
നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നമ്മെ പഠിപ്പിച്ചു തരുകയാ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിങ്ങളെ കർമ്മങ്ങളെ പടച്ച തമ്പുരാൻ പരിഗണിക്കുന്നത് നിങ്ങളുടെ നീയത്തുകളുടെ അടിസ്ഥാനത്തിലാ. കർമ്മവിശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾ അമൽ ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ ആ കർമ്മങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം പടച്ച തമ്പുരാൻ തരുന്നതാ. വ ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണോ നിങ്ങൾ അമലുകൾ ചെയ്യുന്നത്, ഏത് താല്പര്യത്തോടു കൂടിയിട്ടാണോ നിങ്ങൾ അമൽ ചെയ്യുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്നത്, നിങ്ങൾ നോമ്പുകൾ അനുഷ്ഠിക്കുന്നത്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുന്നത്, നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവന് സ്വതക്കകൾ കൊടുക്കുന്നത്, നിങ്ങൾ നന്മകളിൽ വ്യാപൃതരായി കടന്നുകൂടുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. ഓരോരുത്തരും എന്ത് കരുതിയാണോ അമൽ ചെയ്യുന്നത് ആ കരുതലിനെ അടിസ്ഥാനമാക്കി പടച്ച തമ്പുരാൻ പ്രതിഫലം കൊടുക്കുന്നതാ. അതല്ല നന്മകൾ ചെയ്യുന്നത് ദുനിയാവിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, എനിക്ക് പണമുണ്ടാകണം, ആളുകളുടെ മുമ്പിൽ എനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകണം, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് ജനങ്ങൾ പറയണം, ഞാൻ വലിയ ദർവിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയണം, ആ ജനങ്ങളുടെ കൺമുന്നിൽ ഞാൻ വലിയ ദീനിയായ മനുഷ്യനാണ്, ഒരു ദീനിയായ സ്ത്രീയാണെന്നൊരു സ്ഥാനപ്പേര് എനിക്കുണ്ടാകണം, ഈ ഉദ്ദേശത്തോടു കൂടി നന്മകൾ ചെയ്യുന്നവരാണോ കർമ്മവിശുദ്ധിയില്ലാത്ത ഒരു നന്മകളെയും പടച്ചവനും സ്വീകരിക്കൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ലാതെ ദുനിയാവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കർമ്മവിശുദ്ധിയില്ലാതെ നന്മകൾ ചെയ്തോ പടച്ച തമ്പുരാൻ അത് സ്വീകരിക്കുന്നതല്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാ. അവിടുന്ന് പറഞ്ഞു തരികയാണ്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മതിന്മകളുടെ അളവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി പടച്ച തമ്പുരാൻ അവിടെ 3 വ്യക്തികളെ കൊണ്ടുവന്നിട്ട് അവരുടെ നന്മതിന്മകളുടെ അളവെടുപ്പുകൾ നടത്തുകയാ. അതിൽ അല്ലാഹു തആല ആദ്യം കൊണ്ടുവരുന്നതാരെയാ? വലിയൊരു പണ്ഡിതനെ പടച്ച തമ്പുരാൻ കൊണ്ടുവരികയാ. ഒരുപാട് പാണ്ഡിത്യം കൊടുത്തുകൊണ്ട് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്ന അല്ലാഹു തആല കൊടുത്തനുഗ്രഹിച്ച പാണ്ഡിത്യത്തെ നല്ല നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ വിവരിക്കാൻ കഴിവുള്ളതായ ഒരു പണ്ഡിത പ്രഭാഷകനായ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം കൊണ്ടുവന്ന് നന്മതിന്മകളുടെ അളവെടുപ്പുകൾ നടത്തുകയാ. എന്നിട്ട് ആ മനുഷ്യനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ദുനിയാവിൽ ഞാൻ നിനക്ക് ഒരുപാട് ഇൽമു തന്നില്ലയോ? ആ ഇൽമു പൊതുജനത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് തന്നില്ലയോ? നീ എങ്ങനെയാണ് ഞാൻ തന്ന അനുഗ്രഹങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്തിയതെന്ന മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി മറുപടി പറയുന്ന, നാഥാ, നീ തന്ന ഇൽമു മുഴുവനും നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവനാണ് റബ്ബേ. നീ പടച്ചവനെ, നിന്റെ കിതാബിന്റെ ഇൽമു, നീ തന്ന റിസാലത്തിന്റെ ഇൽമു, ഇത് മുഴുവനും ഞാൻ പടച്ച തമ്പുരാനെ എന്റെ ഹൃദയത്തിൽ ഞാൻ ശേഖരിച്ചെടുത്തിട്ട് പടച്ചവരെ നിന്റെ അടിമകളായ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എത്രയോ തവണ ഇൽമുകൾ അവർക്ക് വേണ്ടി വിവരിച്ചു കൊടുത്തു അല്ലാ. ഞാൻ അവർക്ക് വേണ്ടി ഇൽമീ സദസ്സുകളെ സംഘടിപ്പിച്ചു അല്ലാ. നിന്റെ കലാം ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അല്ലാ. അവരെ നന്മകളിലേക്ക് ക്ഷണിക്കുകയും തിന്മകളിൽ നിന്ന് ഞാൻ തടുത്തു നിർത്തുകയും ചെയ്തു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആ ആലിമായ മനുഷ്യൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നും തിരിച്ചു സംസാരം വരികയാണ്. കസബതാ, ഇല്ലടാ, നീ കളവ് പറയുന്നവനാണടാ. എടാ, നീ കളവ് പറയുന്നവനാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ആ പണ്ഡിതനായ, ആ പ്രഭാഷകനായ, ഇൽമിയായ രംഗത്ത് പടച്ച തമ്പുരാൻ ഉയരങ്ങളുടെ മേഖലകളിൽ വിരാജിക്കാൻ അവസരം കൊടുത്ത വ്യക്തിയോട് പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നും മറുപടി
പറയുകയാ, ഞാൻ നിനക്ക് ഇൽമു തന്നു, എന്റെ കലാമിന്റെ ഇൽമു തന്നു, റിസാലത്തിന്റെ ഇൽമു തന്നു, ദീനിന്റെ കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നു. അത് പൊതുജനത്തിന്റെ മുമ്പിൽ വിവരിച്ചു കൊടുക്കാനുള്ള പ്രഭാഷണ വൈദഗ്ധ്യം നിനക്ക് ഞാൻ തന്നില്ലയോ? എന്നിട്ടും നീ അതെല്ലാം ഉപയോഗപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? ദുനിയാവിൽ നിന്നെ ഒരു വലിയ പണ്ഡിതനെന്ന് ജനങ്ങൾ പറയാൻ, നീ ഒരു വലിയ പ്രഭാഷകനെന്ന് ജനങ്ങൾ നിന്നെ വിളിച്ചാദരിക്കാൻ, ജനങ്ങളിൽ നിന്നുള്ള സമ്പത്ത് കിട്ടാൻ, ജനങ്ങളിൽ നിന്നുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാൻ, ജനങ്ങളിൽ നിന്നുള്ള സൽപ്പേര് കിട്ടാൻ, ജനങ്ങളിൽ നിന്നുള്ള പാരിതോഷികങ്ങൾ കിട്ടാൻ. ഞാൻ നിനക്ക് തന്ന കഴിവുകൾ മുഴുവനും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചവനാണ് നീ. നീ അതിനെ ഉപയോഗിച്ചത് മുഴുവനും കർമ്മവിശുദ്ധി ഇല്ലാത്ത നിലയിലാണ്. അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ യാതൊരുവിധ നന്മകളും നിന്റെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നില്ല. നീ നന്മകൾ മുഴുവനും ചെയ്തത് ദുനിയാവിൽ നിന്നും എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി കിട്ടാണെങ്കിൽ അതെല്ലാം ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് നൽകപ്പെട്ടു പോയി. നീ ആഗ്രഹിച്ചതെല്ലാം ദുനിയാവിൽ വെച്ച് നിനക്ക് നൽകപ്പെട്ടു പോയി. എന്റെ ഈ ദർബാറിൽ, എന്റെ കോടതിയിൽ വെച്ച് യാതൊരുവിധ സ്വീകാര്യതയും നിന്റെ നന്മകൾക്കില്ല, യാതൊരുവിധ പ്രതിഫലങ്ങളും നിനക്ക് നൽകപ്പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ കൽപ്പന പ്രകാരം ആ വലിയ പണ്ഡിതനായ പ്രഭാഷകനായ മനുഷ്യന്റെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടിട്ട് അദ്ദേഹം തന്നെ ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് എന്ന് ശഫീഉനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാ. വീണ്ടും അവിടുന്ന് പറയുന്ന രണ്ടാമത് പടച്ച തമ്പുരാൻ കൊണ്ടുവരുന്നതാരയാ? വലിയൊരു സമ്പന്നനെ പടച്ച തമ്പുരാൻ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ ദീനീ മാർഗത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു വലിയ ഒരു ധനാഢ്യനായ സമ്പന്നനായ ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യനെ പടച്ച തമ്പുരാൻ കൊണ്ടുവരികയാ. അദ്ദേഹത്തോടും പടച്ച തമ്പുരാന്റെ ചോദ്യം വരികയാ, ദുനിയാവിൽ ഞാൻ നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നില്ലയോ? ഒരുപാട് സൗകര്യങ്ങൾ തന്നില്ലയോ? ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലയോ? ഏത് നിലയിലാണ് നീ ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തിയതെന്ന ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി മറുപടി പറയും, നാദാ, അല്ലാഹുവേ, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും നിന്റെ ദീനീ മാർഗത്തിൽ ചെലവഴിച്ചു. അല്ലാഹുവേ, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെയും നീ എനിക്ക് തന്ന സമ്പത്തുകൾ മുഴുവനും പടച്ച തമ്പുരാനെ നന്മകൾക്ക് വേണ്ടി ചെലവഴിച്ചു. അല്ലാഹുവേ, നന്മകളൊക്കെയും പടച്ചവനെ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഈ നന്മകളൊക്കെയും പടച്ചവനെ ഞാൻ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഈ നന്മകളൊക്കെയും പടച്ചവനെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അല്ലാഹുവേ, എന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ഞാൻ ചെലവഴിച്ചത് നന്മകളുടെ മാർഗത്തിലാണ് എന്ന് ആ വ്യക്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മറുപടി പറയുമ്പോഴും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും മറുപടി വരുന്നു, കസബതാ, അല്ലടാ, നീ കള്ളം പറയുകയാ, നീ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഞാൻ തന്ന സമ്പത്ത് നീ പാവങ്ങൾക്ക് കൊടുത്തത് ശരി തന്നെയാണ്, ദീനിനു വേണ്ടി കൊടുത്തത് ശരി തന്നെയാണ്, പള്ളികൾക്ക് വേണ്ടി കൊടുത്തത് ശരി തന്നെയാണ്, നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നതും ശരി തന്നെയാ. എന്നാൽ അതൊക്കെയും നീ ചെയ്തതെന്തിനാ? നിന്നെ ഒരു ധർമ്മിഷ്ഠനെന്ന് ജനങ്ങൾ വിളിച്ചു പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ലയോ? നീ നന്മകളൊക്കെയും ചെയ്തത്, നന്മകളുടെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചത് നീ ഒരു വലിയ മനസ്സുള്ളവനെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ലയോ? ജനങ്ങൾ നിന്നെ ആദരിക്കാൻ വേണ്ടിയിട്ടല്ലയോ? നീ ഒരു വലിയ ദീനീ സ്നേഹിയാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ലയോ? അതുകൊണ്ട് നീ ആഗ്രഹിച്ചതൊക്കെയും ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് നൽകപ്പെട്ടു പോയി. നിന്റെ കർമ്മവിശുദ്ധിയില്ലാത്ത നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് പടച്ചവന്റെ ദർബാറിൽ യാതൊരുവിധ നന്മകളും ആ വ്യക്തിക്ക് നൽകപ്പെടുന്നതല്ല. ആ ധർമ്മിഷ്ഠനായ മനുഷ്യന്റെയും നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് നരകത്തിന്റെ പടുകുഴിയിലേക്ക് അദ്ദേഹവും വലിച്ചെറിയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് സയ്യിദുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. വീണ്ടും അവിടുന്ന് പറയുന്നു, മൂന്നാമത് പടച്ച തമ്പുരാൻ മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരികയാ. ആരെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് വേണ്ടിയിട്ട് ജീവാർപ്പണം നടത്തിയ ഒരു വ്യക്തിയാ. ശത്രുക്കളോട് നേരിട്ട് പടവെട്ടിയിട്ട് പോരാട്ടം നടത്തിയിട്ട് രക്തസാക്ഷിത്വം വരിച്ച ഒരു ഷഹീദിനെ അല്ലാഹു തആല കൊണ്ടുവരികയാ. ഒരു ഷഹീദിന്റെ മഹത്വം എന്താ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പോലും അവിടുന്ന് അല്ലാഹുവിനോട് ഷഹാദത്തിന്റെ
ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുള്ളതല്ലയോ? എത്രയോ വലിയ വലിയ സ്വഹാബാക്കൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഷഹീദാകാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തതല്ലയോ? ആദരവായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തി ആത്മാർത്ഥമായി പടച്ചവനോട് ഷഹാദത്ത് ചോദിച്ചാൽ, നിഷ്കളങ്കമായി പടച്ചവനെ നിന്റെ ദീനീ മാർഗത്തിൽ ഷഹീദായി മരിക്കാൻ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ എന്നൊരു വ്യക്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്താൽ, അയാൾ തന്റെ വീട്ടിന്റെ ഉള്ളില് ആ കിടക്കയുടെ വിരിപ്പിൽ കിടന്നുകൊണ്ട് സ്വാഭാവിക മരണം മരിച്ചാലും ജീവിതത്തിൽ നിഷ്കളങ്കമായി ഷഹാദത്തിനെ കൊതിച്ച വ്യക്തിയാണോ, അയാൾക്ക് ഷഹാദത്തിന്റെ മഹാത്മ്യം ലഭ്യമാകുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ഷഹാദത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഒരു ഷഹീദിന്റെ മരണം എന്താ? ഒരു ഷഹീദ് മരിക്കുമ്പോ ആ മരണവേദനയുടെ സന്ദർഭത്തിൽ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയ്ക്കപ്പുറം ഒരു വേദന ഒരു ഷഹീദ് അനുഭവിക്കേണ്ടി വരുന്നതല്ല. ഒരു ഷഹീദിനെ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖബറിലെ ചോദ്യോത്തരങ്ങൾ ഒരു ഷഹീദ് നേരിടേണ്ടി വരുന്നതല്ല. ഒരു ഷഹീദിന് ഖിയാമത്ത് നാളിന്റെ ഭയവിഹ്വലതകളെ അനുഭവിക്കേണ്ടി വരുന്നതല്ല. ഒരു ഷഹീദിന് ഒരിക്കലും വിചാരണയെ നേരിടേണ്ടി വരുന്നതല്ല. ശുഹദാക്കളെ കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി പടച്ച തമ്പുരാൻ അവരെ സ്വീകരിക്കുന്നതാ. അല്ലാഹു തആല അവരുടെ തലയിലേക്ക് അവരെ സ്വീകരിച്ച് ഗാംഭീര്യതയുടെ കിരീടമണിയിച്ചു കൊടുക്കുന്നതാ. യാതൊരുവിധ ചോദ്യോത്തരങ്ങളുമില്ലാതെ പടച്ചവർക്ക് സ്വർഗപ്രവേശനം നൽകുന്നതാ. ഇങ്ങനെ ഒരു ഷഹീദിനെ പടച്ച തമ്പുരാൻ കൊണ്ടുവന്നിട്ട് വിചാരണ നടത്തുകയാ. ആ ഷഹീദിനോട് പടച്ചവൻ ചോദിക്കുകയാ, ദുനിയാവിൽ ഞാൻ നിനക്ക് ആരോഗ്യം തന്നില്ലയോ, നിനക്ക് ആയുസ് തന്നില്ലയോ, നിനക്ക് ധീരത തന്നില്ലയോ, ഇതേതൊക്കെ മാർഗത്തിലാണ് ചെലവഴിച്ചതെന്ന് ആ ഷഹീദിനോട് പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോൾ ആ ഷഹീദായ വ്യക്തി മറുപടി പറയുന്നു, നാഥാ അല്ലാഹുവേ, നീ തന്ന ആയുസ് ഞാൻ ചെലവഴിച്ചതും നിന്റെ മാർഗത്തിലാണ് റബ്ബേ. അല്ലാഹുവേ, എന്റെ ജീവിതം ഞാൻ കൊടുത്തതും നിന്റെ മാർഗത്തിലാണ് റബ്ബേ. ഞാൻ ജീവിച്ചതും നിനക്ക് വേണ്ടി റബ്ബേ, ഞാൻ മരിച്ചതും നിനക്ക് വേണ്ടിയാണ് റബ്ബേ. എന്നാൽ അവിടെയും അല്ലാഹുവിന്റെ മറുപടി വരുന്നു, കസബതാ, എടാ നീ കള്ളം പറയുകയാണടാ, നീ കള്ളം പറയുകയാണടാ. നിന്റെ യുവത്വം നീ ചെലവഴിച്ചത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ധീരമായി നീ പടവെട്ടിയത്, നീ വലിയ ധീരനാണെന്ന് ജനങ്ങൾ നിന്നെ വിളിക്കാൻ, നീ വലിയ പരാക്രമിയാണെന്ന് ജനങ്ങൾ നിന്നെ വിളിക്കാൻ, നിന്നെ ജനങ്ങൾ പാടിപ്പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ലയോ, ജനങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് നല്ല സൽപ്പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ലയോ. അതുകൊണ്ട് കർമ്മവിശുദ്ധിയില്ലാതെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തവന്റെ നന്മകൾക്ക് സ്വീകാര്യതയില്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ച ദീനീ മാർഗത്തിൽ പടവെട്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ച ആ ഷഹീദിനെയും നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നമ്മെ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അല്ലാഹു തആല ഇൽമു കൊണ്ട് അനുഗ്രഹിച്ച് ആ ഇൽമു പൊതുജനങ്ങളുടെ മുമ്പിൽ ആ ഇൽമിനെ വിളംബരം ചെയ്ത വലിയൊരു പണ്ഡിതനായ പ്രഭാഷകനായ മനുഷ്യന്റെ കാര്യമാ. അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്നും കോടിക്കണക്കിന് പണം അല്ലാഹുവിന്റെ ദീനീ മാർഗത്തിൽ ചെലവഴിച്ച മനുഷ്യനാ. അല്ലാഹു തആല കൊടുത്തതായ ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് രക്തസാക്ഷിത്വം നേടിയെടുത്ത മനുഷ്യരാ. പക്ഷേ എന്ത് ചെയ്യാനാ? ഇത്രയും വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ ഉദ്ദേശം നന്നാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് കർമ്മവിശുദ്ധി ഇല്ലാത്തതിന്റെ പേരിൽ ആ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് അവര് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ.